लंबी सवारी कितनी चाहिए? पूरा ही गया होगा कोई बात നമസ്കാരം. ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും വലിയ ദുരന്തമുണ്ടായിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് കേരളത്തിൻ്റെ ബോർഡറിലുള്ള അറബിക്കടലിൽ 2 കപ്പലുകൾ മറിഞ്ഞ് വൻ ദുരന്തമുണ്ടായത്. എന്നാൽ ഇപ്പോഴിതാ ഒരു വിമാനം തന്നെ തകർന്നിരിക്കുന്നു. എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം AI-171 എന്ന വിമാനമാണ് 242 യാത്രക്കാരുമായി പുറപ്പെട്ട അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട ഒരു ഫ്ലൈറ്റാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:38 കൂടിയിട്ട് തകർന്നു വീണിരിക്കുന്നത്. അത് പറന്നുയർന്ന ഉടനെ 842 അടിയിലേക്ക് ഉയർന്ന ഉടനെ പെട്ടെന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ 242 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 12 പേർ ക്രൂ മെമ്പർമാരും ബാക്കി 230 മൊത്തം യാത്രക്കാരും. ഇതിൽ 50ഓളം UK നിവാസികളായ അതായത് ബ്രിട്ടീഷ് പൗരന്മാരാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. തുടർച്ചയായി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട്, അതായത് ഇന്റർനാഷണൽ എയർപോർട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന് ഏകദേശം 842 അടി ഉയരം എത്തിയ ഉടൻ തന്നെ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രഥമ വിവരങ്ങൾ പ്രകാരം കിട്ടിയിട്ടുള്ളത്. സംഭവ സ്ഥലത്തേക്ക് ഫയർ എഞ്ചിനും അതേപോലെയുള്ള മറ്റു പോലീസും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും എത്തി വളരെ വേഗത്തിൽ അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അമിത് ഷാ നേരിട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയെ അടക്കം വിളിച്ച്, അതേപോലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയെയും അതേപോലെ അവിടുത്തെ പോലീസ് കമ്മീഷനെയും വിളിച്ച് ഇമ്മീഡിയറ്റ് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച് നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം തന്നെ നേരിട്ട് അവിടേക്ക് പറന്ന് ചെല്ലുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം വ്യോമയാന മന്ത്രി വിജയവാഡയിൽ നിന്നും നേരിട്ട് അവിടേക്ക് എത്താൻ പോകുന്നു എന്നുള്ള വിവരവുമാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി മുന്നിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊരു ആസൂത്രിതമായ അട്ടിമറിയായിട്ടാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അട്ടിമറി എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ കൊച്ചിക്കും അതിൽ പിന്നീട് ബേപ്പൂരിൽ 2 കപ്പലുകൾ കത്തുകയോ അല്ലെങ്കിൽ മറിയുകയോ കടലിൽ മറിയുകയോ ചെയ്യുകയുണ്ടായി. അത് വലിയ ദുരന്തം തന്നെ കേരള ബോർഡറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. രാസവസ്തുക്കളും അതീവ ഭീകരമായ പൊട്ടിത്തെറിയൊക്കെ രാസവസ്തുക്കളും സ്ഫോടക വസ്തുക്കളും അടക്കമുള്ള കപ്പലായിരുന്നു 2 എണ്ണവും. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ തന്നെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയവർ. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം തകർന്നു വീണിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? എന്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്? നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഒരു കപ്പൽ മറിഞ്ഞ ശേഷം അതുകൊണ്ടുണ്ടായ ഭീകരമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു തീരുന്നതിന് മുമ്പാണ് ഇപ്പോൾ മറ്റൊരു കപ്പൽ കത്തി അമർന്നത്. ഇത് 2 കൂട്ടി വായിക്കേണ്ടതാണ്. ഇപ്പോൾ 3ാമത്തെയും കൂട്ടി വായിക്കുമ്പോൾ ബാഹ്യശക്തികളുടെ പ്രവർത്തനമാണോ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് സംശയിക്കണം. കാരണം ഈ വിമാനത്തിൽ ആവശ്യത്തിലധികം ഫ്യൂൽ കയറ്റിയിരുന്നു. ഒന്നാമത് ഡൽഹിയിൽ നിന്ന് വന്ന വിമാനം എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് ഫുൾ ഇന്ധനം നിറച്ച് ലണ്ടനിലേക്കുള്ള ദീർഘദൂര യാത്രയാണ്. ആ ദീർഘദൂര യാത്ര ഈ വലിയ വിമാനത്തിന് ആവശ്യമായ എല്ലാ സജ്ജീകരണവും ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇത് യാത്ര പുറപ്പെട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ രൂപാണി എന്ന് പറയുന്ന 2016 മുതൽ 2021 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ രൂപാണിയും ഈ ഇതിൽ യാത്രക്കാരനായി ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ സുമിത് സുബർവാളും അതേപോലെ ഫസ്റ്റ് ഓഫീസർ
ഒലീവ് കുന്തറുമാണ് ഈ വിമാനം പൈലറ്റുമാരായി ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു വിമാനത്തിൽ യാതൊരു തകരാറുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്ന എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് വളരെ കൃത്യമായി ദൂരയാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ വിമാനം ഇത് ഇതാവണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് സംശയിക്കുന്നത്. ഇതൊരു വലിയ അട്ടിമറിയായിട്ട് തന്നെ കരുതേണ്ടതായി വരും എന്നുള്ളതാണ് സംശയിക്കുന്നത്. 1:38 വരെ അവസാന വിവരങ്ങൾ ലഭിച്ചെങ്കിൽ പിന്നീട് യാതൊരു വിവരവും വിമാനത്തിൽ നിന്ന് കിട്ടിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പല നിഗമനങ്ങളും പല ദുരൂഹതകളും പല തരത്തിലുള്ള അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടെങ്കിലും ഇതൊരു അട്ടിമറിയായിട്ട് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം ഇതിൽ ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മാത്രമല്ല അഹമ്മദാബാദിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ നാടായ ഗുജറാത്തിൽ നിന്നാണ്, അതേപോലെ അമിത്ഷായുടെ നാടായ അഹമ്മദാബാദിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ കൈകളുണ്ടോ അല്ല ISI ചാരന്മാരാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ശരിയായി അല്ലാതെ തന്നെ ഉണ്ടായ അപകടമാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നിറയെ ഫ്യൂവൽ ആവശ്യത്തിലധികം കയറ്റി വെച്ചതുകൊണ്ട്, ഹെവി ഫ്യൂവൽ കയറ്റിയതുകൊണ്ട് ഇത് പെട്ടെന്ന് പറന്നു കയറുന്ന ഒരു തീഗോളമായി പൊട്ടിത്തകരുന്ന ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതായത് പൊട്ടിത്തകർന്ന് കത്തിത്തകർന്ന് വീഴുന്ന ഒരു തീഗോളം താഴേക്ക് പതിക്കുന്ന രംഗമാണ് കണ്ടിട്ടുള്ളത്. ഇതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ വിവരം കിട്ടുന്ന പ്രകാരം 150ഓളം പേർ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായ സ്ഥിതിയിലാണ് ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സ്ഥിതിയുള്ളത്. അമിത്ഷാ അവിടുത്തെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെയും അതേപോലെ ഹോം മിനിസ്റ്റർ ഹർഷ് സംഘവിയെയും അതേപോലെ അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറെയും വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ റെസ്ക്യൂ സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഓൾ ഇന്ത്യ ചെയർമാൻ N. ചന്ദ്രശേഖർ പുറത്തുവിട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: വിത്ത് പ്രൊഫൗണ്ട് സോറോ ഐ കൺഫേം ദാറ്റ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് A171 operating Ahmedabad London Gatwick was involved in a tragic accident today. Our thoughts and deepest condolences are with the families and loved one of those affected by this devastating event. At this moment, our primary focus is on supporting all the affected people and their families. We are doing everything in our power to assist the emergency response teams at the site and to provide all necessary support and care to those impacted എന്ന് പറഞ്ഞുള്ള ഒരു സർക്കുലർ പുറത്തു വന്നിട്ടുണ്ട്. ഫർദർ അപ്ഡേറ്റ്സ് വിൽ ബി എന്ന് പറഞ്ഞിട്ട് എയർ ഇന്ത്യ ചെയർമാൻ്റെ ഒരു കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമുക്ക് അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.